പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വർക്കിന് ആവശ്യമായ കമ്പോണൻസ് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ, ഒരു സി ടൈപ്പ് USB ചാർജർ, ഒരു സ്റ്റീരിയോ സോക്കറ്റ്, ഇതെല്ലാം ഉൾക്കൊള്ളാൻ ആവശ്യമായ ഒരു ബോക്സ്. ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് ആവശ്യം. ഇനി എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ, ഏകദേശം ഒരു 100 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു മൊഡ്യൂളാണിത്. ഇത് ഉപയോഗിച്ച് ഓക്സ് ഇൻപുട്ട് മാത്രമുള്ള സ്റ്റീരിയോ പ്ലെയറിൽ നമുക്ക് എങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, എങ്ങനെ ഡിവൈസ് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു മൊഡ്യൂളാണിത്. നമുക്ക് സാധാരണ ഓക്സ് ഇൻപുട്ട് മാത്രം വരുന്ന സ്റ്റീരിയോ പ്ലെയറുകളുണ്ട്. അങ്ങനെയുള്ള പ്ലെയറിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമുക്കിത് കണക്ട് ചെയ്ത് മൊബൈലിനെ ഹാൻഡ്സ് ഫ്രീ ആക്കി മാറ്റാനും സാധിക്കും. ഇതിന് ആകെ 5 ടെർമിനൽസ് ആണ് വരുന്നത്. അതിൽ 2 ഔട്ട്പുട്ട്, ലെഫ്റ്റ് ഔട്ട്പുട്ടും റൈറ്റ് ഔട്ട്പുട്ടും, പിന്നെ അതിൻ്റെ ഗ്രൗണ്ടും, അങ്ങനെ 3 കണക്ഷൻസ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. കൂടാതെ ഒരു VCCയും ഗ്രൗണ്ടും, അങ്ങനെ ടോട്ടലി 5 കണക്ഷൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഈ 5 പിന്നുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമുക്കൊരു USB C ടൈപ്പ് സോക്കറ്റ് വേണം. ഇത് 5 വോൾട്ട് സപ്ലൈ ഈ മൊഡ്യൂളിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ മൊഡ്യൂളിനും ആവശ്യമായ പോലെ തന്നെ 5 വോൾട്ട് സപ്ലൈ ആണ് ഈ മൊഡ്യൂളിനും വേണ്ടത്. കൂടാതെ ഒരു സ്റ്റീരിയോ സോക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഈ സ്റ്റീരിയോ സോക്കറ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത്, ഈ ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നേരെ നമ്മുടെ സെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യത്തക്ക രീതിയിലൊരു ബോക്സ്, ഞാനിതൊരു ബാറ്ററിയുടെ ഒരു ബോക്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ മൊഡ്യൂൾസ് എല്ലാം ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ളൊരു ബോക്സാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് നേരിട്ട് പോകാം. ആദ്യം ബ്ലൂടൂത്ത് മൊഡ്യൂളിന് ആവശ്യമായ 5 വോൾട്ട് സപ്ലൈ കണക്ഷൻ നമുക്ക് എടുക്കാം. ഈ വയർ ഒരു നെഗറ്റീവും, അതായത് ഗ്രൗണ്ട് ടെർമിനലിലും ഒരു 5 വോൾട്ടിൻ്റെ സപ്ലൈയാണ് ഈ കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ C ടൈപ്പ് USB ചാർജറിൽ നിന്ന് വരുന്നതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ കണക്ഷൻസ് കറക്റ്റായിട്ട് നോക്കുക. അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് 5 വോൾട്ടിൻ്റെയും ഗ്രൗണ്ടിൻ്റെയും പോയിന്റുകൾ. അത് കൃത്യമായിട്ട് തെറ്റാതെ നിങ്ങളൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ കണക്ഷൻ നമ്മൾ നേരിട്ട് എടുത്ത് കൊടുക്കേണ്ടത് USB സോക്കറ്റിലാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ ഔട്ട്പുട്ടാണ്. അതായത് നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന്, അതായത് മൊബൈലിൽ നിന്ന് ഒരു ബ്ലൂടൂത്ത് സിഗ്നൽ വന്നിട്ട് ഈ മൊഡ്യൂൾ റിസീവ് ചെയ്യുകയും അതിനെ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇതുവഴി ഔട്ട്പുട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരിട്ട് കൊടുക്കേണ്ട ഓക്സ് ഇൻപുട്ടിലാണ്. അതായത് നമ്മുടെ സ്റ്റീരിയോ പ്ലെയറിൻ്റെ ഓക്സ് ഇൻപുട്ടിലേക്കാണ് ഈ 3 കണക്ഷനും പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇതെടുത്ത് കണക്ട് ചെയ്യേണ്ടത് സ്റ്റീരിയോ പിൻ സോക്കറ്റിലാണ്. അതായത് നമ്മളൊരു സ്റ്റീരിയോ കോഡ് വെച്ചിട്ട് നേരിട്ട് നമ്മൾ ഓക്സ് ഇൻപുട്ടിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വയറിംഗ് കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5 വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ള USB സോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ കണക്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ 5 വോൾട്ടിൻ്റെ സപ്ലൈ കൊടുക്കുക, C ടൈപ്പ് കണക്ഷൻ കൊടുക്കുക. ഇനി മൾട്ടിമീറ്റർ നമ്മൾ എടുക്കുക. മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം വോൾട്ടേജ് റേഞ്ച് ഒരു 20 ഇടുക. 20 വോൾട്ട്, അതായത് 5 വോൾട്ട് ആയതുകൊണ്ട് 20ൻ്റെ റേഞ്ചിൽ നിങ്ങൾ കൊണ്ടുപോയിടുക. DC ആണ്, DC 20 വോൾട്ട് കൊണ്ടുപോയിടുക. ഇനി നമുക്ക് വയർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ റെഡ് കണക്ഷൻ വന്നിരിക്കുന്നത് 5 വോൾട്ടും ബ്ലാക്ക് വന്നിരിക്കുന്നത് ഗ്രൗണ്ടുമാണ്. ഓക്കെ, ആ റെഡ് മാർക്ക് വന്നിരിക്കുന്ന 5 വോൾട്ട് ഞാൻ ഒരു സോൾഡർ വെച്ചിട്ടൊന്ന് മാർക്ക് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സിലേക്ക് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഈ സ്റ്റീരിയോ പിന്നും നമ്മുടെ പവർ സപ്ലൈ സോക്കറ്റ്, അതായത് C ടൈപ്പ് സോക്കറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ചെയ്യുക. ഹോള് വൃത്തിയായി ഇട്ടതിന് ശേഷം നമ്മുടെ സ്റ്റീരിയോ പിന്നും 5 വോൾട്ടിൻ്റെ USB C ടൈപ്പ് സോക്കറ്റും ഇതിൻ്റെ അകത്ത് ഇതുപോലെ വൃത്തിയായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ C ടൈപ്പ് സോക്കറ്റും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, സ്റ്റീരിയോ പിന്നും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള കണക്ഷൻസ് നമുക്ക് കൊടുക്കാം. സപ്ലൈ ലൈനിലേക്ക് 5 വോൾട്ടും ഗ്രൗണ്ടും മാർക്ക് ചെയ്ത പോലെ തന്നെ കൊടുക്കുക. അടുത്തത് ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് ഈ സ്റ്റീരിയോ പിന്നയിലാണ്. ഈ സ്റ്റീരിയോ പിന്നിൽ നിന്ന് നമ്മൾ നേരിട്ടെടുത്ത് ഓക്സ് ഇൻപുട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓഡിയോയും കൊടുത്തു കഴിഞ്ഞു, സപ്ലൈ, അതായത് മൊഡ്യൂളിന് ആവശ്യമായ സപ്ലൈയും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെക്കാം. ഇച്ചിരി ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് ഇറക്കി വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഫിക്സ് ചെയ്ത് ബോക്സിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബോക്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്യും. ഇത് നമുക്ക് കൊണ്ടു നടക്കാനും സാധിക്കും. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിസ്സാര പരിപാടിയേ ഉള്ളൂ. നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമുക്ക് ഏത് ഓക്സ് ഇൻപുട്ട് മാത്രമുള്ള ഡിവൈസസിലും, അല്ലെങ്കിൽ ഓക്സ് ഇൻപുട്ടുള്ള ഡിവൈസുകളിലെല്ലാം ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഓഡിയോ പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഫ്രീ ആവുകയും ചെയ്യും. വയറിൻ്റെ കണക്ഷൻസ് ഒഴിവാക്കാനും സാധിക്കും. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യാം മൊബൈലുമായിട്ട്. ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ ഇവിടെ കിട്ടും. അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം കണക്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പാട്ട് കേട്ട് നോക്കാം. ഓക്കെ, അങ്ങനെ പാട്ട് പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം ജസ്റ്റ് യൂട്യൂബിലൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ മൊബൈലിൽ നേരിട്ട് എങ്ങും കണക്ട് ചെയ്തിട്ടില്ല. മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് വഴി ഈ റിസീവറിൽ ഓഡിയോ എത്തുകയും ആ ഓഡിയോ നമ്മളൊരു ഓക്സ് കേബിൾ വഴി ഓക്സ് ഇൻപുട്ടായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനാവശ്യമായ സപ്ലൈ ഒരു 5 വോൾട്ട് സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രീ ആണ്. നമുക്ക് വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഇത് വയറായിട്ടായിരിക്കും നമ്മൾ സാധാരണ ഓക്സ് ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുക. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ വഴി നമുക്ക് പാട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമ്മുടെ ഫോൺ ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യും. കോൾ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്സ് ഇൻപുട്ട് മാത്രമുള്ള സെറ്റുകളിൽ വളരെ ഉപയോഗപ്രദമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഔട്ട്പുട്ട് എടുത്ത് ഓക്സ് ഇൻപുട്ടിലാണ് കൊടുക്കേണ്ടത്. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം FM മോഡായിട്ടുണ്ട്, ബ്ലൂടൂത്ത് മോഡ് കണ്ടോ. ഓക്സ് ഇൻപുട്ടിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതായത് ഓക്സ് ഇൻപുട്ടുള്ള മാത്രമുള്ള ഡിവൈസിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത്. ഇതെല്ലാ ഓപ്ഷനുള്ള മൊഡ്യൂളായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.